ഒരു കാര്യം ഓർത്തോ, ഇനി ഭീഷണി ഏഷണിയും പറഞ്ഞു വന്നാലേ ചാണകം കലക്കി ഒഴിക്കുന്നത് ഞാനായിരിക്കും, പറഞ്ഞേക്കാം. സുരേഷ് ഗോപി സ്റ്റൈലിൽ നെടുനീളം ഡയലോഗും പറഞ്ഞ് സ്ലോ മോഷൻ ഇടാൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി പതിയെ നടന്നു പോകുന്ന അച്ഛമ്മയെ നോക്കി വാ പൊളിച്ച് നിന്ന് ആർച്ച. കൊടുങ്കാറ്റ് പോലെ ഈ വഴി വന്നിരുന്നോ? ആർച്ച ചുറ്റും നോക്കി. ആർച്ച എല്ലാവരെയും മാറി മാറി നോക്കി. അച്ഛനുൾപ്പെടെ എല്ലാവരും ആരപ്പോടൊപ്പം അടക്കം പൊട്ടിച്ച് എന്ന അവസ്ഥയിലാണ്. രാധേശി നേരത്തെ പോയത് ഭാഗ്യം. ഇല്ലേ ടൗണിലെ സ്ഥലത്തിന്റെ കാര്യം അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി വേണമെങ്കിൽ ഇന്ന് തന്നെ കല്യാണം നടത്തിയേനെ. എന്നാലും അമ്മയെ മയക്കെടുത്ത് ആ സ്ഥലം നിങ്ങൾ നേടിയെടുത്തില്ലെന്നാ, കൂടോത്രം വല്ലതും ചെയ്തു കാണും. കൃഷ്ണപ്രിയ ദേഷ്യത്തോടെ പിറുപിറുത്ത്. ഉവ്, ഞാനിവിടെ അടുത്തൊരു മന്ത്രവാദിയെ കണ്ടു, കീർമാണി കുഞ്ഞിരാമൻ. പുള്ളി പറഞ്ഞ നല്ലൊരു ചില്ലറ കൂടോത്രമൊക്കെ വെച്ച് ഞാൻ അച്ഛമ്മയെ വശീകരിച്ച് എൻ്റെ പോക്കറ്റിലാക്കിയതാ. ആൻറ്റിയെ ഞാൻ ഇതുപോലെ കൂടോത്രം ചെയ്ത് എൻ്റെ അടിമയാക്കും. എന്നിട്ട് ഞാൻ കുപ്പിയിൽ നിന്ന് വന്ന ഭൂത്തിനെ പോലെ ജോലി ഏൽപ്പിക്കും. എൻ്റെ അടിമക്കണ്ണ് എന്തേ? പൊരികമ്പോക്കി പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ആർച്ചവരെ നോക്കി. കൃഷ്ണപ്രിയ ഇന്നവരാരും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു ഭാവിട്ട് നിൽക്കുന്നുണ്ട്. ആരു? ജയശ്രീ അവിടെ കയ്യിൽ പിച്ച്. ആർച്ച ജയശ്രീയെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി. ചുമ്മാ. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൾ പതിയെ പറയുന്നതായിട്ട് ജയശ്രീ ചിരിച്ചുപോയി. എന്നാലും ഈ കിർമാണി കുഞ്ഞിരാമൻ ഇനി ഇത് എന്നെങ്ങാനും ഉദ്ദേശിച്ചാണോ? ഇതിനിടയിൽ ഭരത് തലങ്ങും വിലങ്ങും ചിന്തിച്ചു നോക്കി. ഇടക്ക് തല ചിരിച്ച് ആർച്ചയും നോക്കി. എവിടെ? ചക്കി വീണ്ടും തെങ്ങുമ്പോ തന്നെ. പുള്ളിക്കാരി ഫോണിൽ വീണ് കിടക്കുന്നുണ്ട്. കൂടെ ആരവും ദേവും. പിറ്റേന്ന് രാവിലെ തന്നെ കൃഷ്ണപ്രിയൻ നന്ദകുമാർ എല്ലാവരെയും വാരിക്കൂടി സ്ഥലം വിട്ടു. എങ്ങാനും കീർമാണി കുഞ്ഞിരാമൻ ഉണ്ടെങ്കിലോ എന്നൊരു ചെറിയ ഭയം കൃഷ്ണപ്രിയക്ക് ഇല്ലാതിരുന്നില്ല. ആർച്ചയുടെ കാര്യത്തോടൊന്നും പറയാനും പറ്റില്ല. ഒരിക്കൽ കൃഷ്ണകുമാർ ജയശ്രീക്ക് വാങ്ങിച്ചു കൊടുത്ത സാരി ചുളിയിൽ വാങ്ങിയെടുത്തതിന് തന്റെ വിലപിടിപ്പുള്ള 2 സാരി പകരം വാങ്ങിയെടുത്ത ആളാണ് ആർച്ച. ദേവു ആരുവാണെങ്കിൽ മുഖം വീർപ്പിച്ച് വെച്ചാണ് പോയത്. ആർച്ചയുടെ കൂടെ മതിയായിട്ടില്ലെന്നേ. വീട്ടിൽ പോയി നിൽക്കുന്നതിൽ ഭേദം വല്ല കാടുവാണെന്നാണ് രണ്ടുപേരുടെയും കണ്ടുപിടുത്തം. അച്ഛാ! എല്ലാവരും പോയി കഴിഞ്ഞ പത്രത്തിൽ വീണിടുന്ന രാഷ്ട്രീയം വായിച്ച് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ആർച്ചയുടെ വിളി. കൃഷ്ണകുമാർ പതിവ് തെറ്റിക്കാതെ ഞെട്ടി. ദേവി! തല ഉയർത്തി നോക്കുമ്പോൾ കൃഷ്ണൻ അറിയാതെ വിളിച്ചുപോയി. എങ്ങനെ വിളിക്കാതിരിക്കും? ആർച്ച കാര്യമായ ആലോചനയിലാണ്. ടൗണിൽ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് അച്ഛാ. ആർച്ച എന്തൊക്കെയോ കണക്കൂട്ടുന്നുണ്ട്. കൈയും കാലും കാൽക്കുലേറ്ററൊക്കെ വെച്ച് കൂട്ടി. ശിഷ്ടം കണ്ടുപിടിച്ച് ആരാണ് എന്തോ. എപ്പോൾ കൂട്ടിയാലും കിട്ടുന്ന ശിഷ്ടത്തിന് 4 ചീത്ത വിളിച്ച് ആർച്ച കൃഷ്ണകുമാറിനെ നോക്കി. കൃഷ്ണൻ കണ്ണു കൂർപ്പിച്ചു. കാതും. ഇതിലെന്തോ കുനിഷ്ട്. അതറിഞ്ഞിട്ടിപ്പോ എന്തിനാ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ആ സ്ഥലം പണയം വെച്ച് ഞാൻ ഹിമാലയ ട്രിപ്പിന് പോയാലോ എന്നാ. കൃഷ്ണകുമാറിന്റെ കണ്ണിരണ്ണം തള്ളി പുറത്തു വന്നു. ഹൃദയം അവിടെ തന്നെ അങ്ങ് നിന്നു. ശ്വാസം ഉണ്ടോ എന്തോ. അച്ഛാ! ആർച്ചൊരു തട്ടുകൊടുത്തു. ഓ, ഇതിലും ഭേദം തെങ്ങിൽ കയറാൻ പറയുന്നതായിരുന്നു. അയാൾ പിറുവിറുത്തു. അല്ല, അതെന്തായാലും എൻ്റെ പേരിലാണല്ലോ, വെറുതെ കിടക്കുന്നതല്ലേ. അപ്പം ഞാനത് പണയം വെച്ചൊന്ന്. നാട്ടിൽ സ്ഥലം വെച്ചിട്ട് എന്തിനാ വീട്ടിൽ തന്നെ ഇരിപ്പു, നാട് കറങ്ങാൻ നടപ്പു എന്നാണല്ലോ. ആർച്ച പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറകിലൊരു അനക്കം കേട്ട് രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അച്ഛമ്മയും അമ്മയും. ജയശ്രീയുടെ കയ്യിലെ കാപ്പിക്കപ്പ് വിറക്കുന്നുണ്ട്. കാപ്പിക്കെന്താ വിറയിൽ പനിയുണ്ടോ? കൃഷ്ണകുമാർ കപ്പിലേക്ക് ഉറ്റു നോക്കി. ആർച്ച രണ്ടുപേരെയും മാറി മാറി നോക്കി. ചട്ടുകവും തവിയൊന്നും ഇല്ലാത്ത നന്നായി. അച്ഛമ്മയുടെ മുഖത്ത് കടക്ക് പുറത്ത് എന്നൊരു ഭാവമല്ലേ. അവൾ പതിയെ എഴുന്നേറ്റ് കയ്യിലെ പൊടി തട്ടി. മോളിങ് വന്നേ. ജയശ്രീ പതിയെ വിളിച്ചു. ആർച്ചയൊന്ന് തലയാട്ടി ഒരു കയ്യകലം പുറകിലേക്ക് നിന്നു. അമ്മ വല്ലപ്പോഴും മുത്തൂറ്റിന്റെ പരസ്യം കാണുന്നത് നല്ലതാ, അച്ഛനും അച്ഛമ്മയും കൂടെ. അടുക്കള ഭാഗത്തേക്ക് ഓടുന്നതിനിടയിൽ ആർച്ച വിളിച്ചു പറഞ്ഞു. നിക്കടി അവിടെ. ജയശ്രീയും പിറകെ ഇറങ്ങി. എന്റെ കാലശേഷം എന്ന് പ്രത്യേകം എഴുതി വെച്ച് വളരെ നന്നായി. അച്ഛമ്മ പിറുവിറുത്തുകൊണ്ട് കൃഷ്ണകുമാറിനെ നോക്കി കണ്ണുരുട്ടി. കൃഷ്ണകുമാർ മുറ്റത്തുള്ള മണ്ടരി ബാധിച്ച തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി. ഓ, ഈ പ്രാവശ്യം വിള വളരെ കുറവാ. കയ്യിലുള്ള പോവുകയും ചെയ്ത് ഉദ്ദേശിച്ച കാര്യമായിട്ട് നടന്നുമില്ല. എല്ലാം കൂടി ആകെ പവനായി ശവമായി എന്ന മട്ടിലായിരുന്നു കിച്ച്. അതിനേക്കാൾ കഷ്ടമായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല. സതീഷിന്റെ വീട്ടിൽ ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു കിച്ചുവിന്. അവനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കാൻ. അതുകൂടാതെ സതീഷിന്റെ ഉപദേശവും സതീഷിന്റെ ഭാര്യ ദീപ്തിയുടെ കളിയാക്കലും അവനിൽ അസ്വസ്ഥത നിറച്ചു. അവരുടെ മുന്നിൽ നിൽക്കാൻ അവന് ജാള്യത തോന്നി. ഫോണായിരുന്നു ഏക ആശ്രയം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സാപ്പ് എന്ന് വേണ്ട ലോകസഞ്ചാരത്തിൽ ഏർപ്പെട്ടു. അനുജിന് അച്ഛൻ വിളിച്ചിരുന്നു. വാതിൽക്കൽ സതീഷിന്റെ ശബ്ദം കേട്ട് അവൻ ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി. അയാൾ ഉള്ളിലേക്ക് കയറി വന്ന് അവന്റെ അടുത്തേക്കിരുന്നു. നീ ചെയ്തു വെച്ചതിനൊക്കെ വില കൊടുക്കേണ്ടി വന്നേ നിന്റെ അച്ഛനാ.
അല്പ അമർഷത്തോടെ സതീഷ് പറഞ്ഞു. കിച്ചു ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി. അവർക്ക് വിവാഹം നടത്താൻ സമ്മതാ മോഞ്ഞേ. കിച്ചുമോന്റെ മനസ്സിൽ 5-10 ലഡ്ഡു ഒരുമിച്ച് പൊട്ടി. പക്ഷേ ആ പക്ഷയിൽ കിച്ചുവിന്റെ ഹൃദയത്തിന്റെ തെക്ക് കിഴക്കേ അറ്റത്തൊരു കരിങ്കല്ലാരും എടുത്തു വെച്ചു. പക്ഷേ ആരെങ്കിലും ഒരു പക്ഷയിൽ നിർത്തൽ കൃത്യമായത് പിന്തുടർന്ന് ചോദിക്കണമെന്ന ലോകതത്വം കിച്ചുവും തെറ്റിച്ചില്ല. പക്ഷേ അവർ കീർത്തി കൊടുക്കാൻ നേറ്റുന്ന സ്ത്രീധനം കൂടുതൽ ചോദിച്ചു. 50 പവനും 10 ലക്ഷം, ഇപ്പോൾ 50 പവന് 25 ലക്ഷമായി മാറിയിട്ടുണ്ട്. സതീഷ് മുഷ്ടിയുരുട്ടി. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? കിച്ചുവിൻ്റെ ഉള്ളിൽ ആദ്യമുണ്ടായിരുന്ന ആഹ്ലാദം പതിയെ അണഞ്ഞു തുടങ്ങിയിരുന്നു. ഏട്ടൻ സമ്മതിച്ചില്ല, അയാൾ പതിയെ പറഞ്ഞു. കിച്ചുവിന്റെ മുഖം മങ്ങി. പക്ഷെ നിന്റെ അമ്മാമാര് സമ്മതിച്ചില്ല. നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം മുടങ്ങിയാവുന്ന നാണക്കേടാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ കൂടെ അതും വേണ്ടാന്ന്. എന്നിട്ട് അണഞ്ഞുപോയ സന്തോഷത്തിന്റെ തീപ്പൊരി പതിയെ അവൻ ഊതി കത്തിച്ചു. എന്നിട്ടെന്താ, അവർ രണ്ടുപേരും പിന്നെ നിന്റെ അമ്മയും കൂടെ എല്ലാം തീരുമാനിച്ചു. ഏട്ടന്റെ എതിർപ്പൊന്നും അവിടെ ആർക്കും അറിയണ്ട. 1 മാസത്തിനുള്ളിൽ വിവാഹം. ഇന്ന് മുഹൂർത്തം കുറിക്കാൻ പോയിട്ടുണ്ട്. സതീഷ് അരിശം കൊണ്ട്. കിച്ചു പക്ഷേ ഇനി അതും കൂടെ അയാൾ മാനം കപ്പൽ കയറിയനെ. കാശ് കൊടുക്കേണ്ടി വന്നാലെന്താ, വിവാഹം നടക്കുമല്ലോ എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നവരുടെ കൂടെ ആ കുട്ടിയുടെ ജീവിതം എന്താവും എന്തോ. സ്റ്റാറ്റസ് കാണിക്കാൻ കാശും സ്വർണം കൊടുത്ത് കെട്ടിച്ചുട്ട് അവസാനം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടോ കിച്ചുവിന്റെ പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ടോ സതീഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കിച്ചുവിന്റെ മനസ്സ് പക്ഷേ അപ്പോഴും ഒരു ആശ്വാസ തീരത്ത് നിൽക്കുകയായിരുന്നു. ഉദ്ദേശിച്ചത് നടന്നില്ലെങ്കിൽ എന്താ, കയ്യിലുള്ളത് പോയില്ല. ഓയ് ഉണ്ണിയാർച്ചേ! രാവിലെ പത്മയെ പുറത്തൊന്നും കാണാത്തോണ്ട് നേരെ നടക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്നും ശബ്ദം കേട്ടത്. കൈവീശി കാണിക്കുന്ന ഭരത്തിനെ കണ്ട് ആർച്ചയും തിരികെ കൈവീശി. അവിടെ നിൽക്കുന്ന ആംഗ്യം കാണിച്ച് ഭരത് താഴേക്ക് ഇറങ്ങി. മൂക്കിന്റെ കാര്യത്തിൽ ഇത്തിരി പേടിയുള്ളതുകൊണ്ടും അന്നത്തെ പ്രശ്നത്തിൽ ശരത്തും ഭരത്തും കയറി ഇടപെട്ട് കുട്ടിക്ക് ക്ഷ ബോധിച്ചതും കാരണം ആർച്ച താൽക്കാലികമായി യുദ്ധവിരാമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർച്ച കിച്ചുവിന്റെ വീടിന് നേർക്കം നോക്കി. ഇത്രയ്ക്ക് വിഷമാണി അതൊക്കെ പറഞ്ഞു തീർക്കാൻ പാടില്ലേ? അവിടെ അടുത്തേക്ക് ഒന്നുകൊണ്ട് ഭരത്ത് ചോദിച്ചു. പറഞ്ഞു തീർത്താലും ഒന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല. ഒരു വിടവ് എന്നും ഉണ്ടാവും. പിന്നെ എനിക്കത്ര വലിയ മനസ്സൊന്നുമില്ല കുഞ്ഞിരാമ. ആർച്ച ചിരിയോടെ കണ്ണി ചിമ്മി. അതെനിക്കറിയാലോ, കിട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മുറിയിൽ കിടക്കുന്ന ഷൂസ് ഓർത്ത് ഭരത്തൊന്ന് ഇടിവീർപ്പെട്ടു. അല്ല ഉണ്ണിയാർച്ച എന്താ കയറാവൂന്ന്? അവൻ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏയ് കോളേജിൽ നിന്നൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് ഇത്തിരി നേരത്തെ എത്തണം. ആർച്ച സമയം നോക്കി. അപ്പൊ ഇന്ന് ക്ലാസ്സില്ലാന്ന് സാരം. വെറുതെ അല്ല ഇത്രയ്ക്ക് സന്തോഷം. ഭരത്ത് അവളെ കളിയാക്കി. ആർച്ച പല്ല് മുഴുവൻ കാണിച്ചൊന്ന് ചിരിച്ച്. അത് പിന്നെ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ, നമ്മളായിട്ട് അത് മാറ്റുന്ന എന്തിനാ? അവൾ തല ചൊറിഞ്ഞു. ഓവ്, എങ്കിൽ പിന്നെ നാട്ടു നടപ്പ് മാറ്റാൻ നിൽക്കണ്ട. ഉണ്ണിയാർച്ച ചെല്ല്, അവൻ ചിരിയോടെ പറഞ്ഞു. വേണമെങ്കിൽ ചേട്ടൻ കോളേജ് വരെ കൊണ്ടുവിടാൻ കേട്ടോ. ആർച്ച മുന്നോട്ട് കിടന്ന ഭരത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഓ വേണ്ട ഏട്ടാ, ഇവിടെ ആവശ്യത്തിന് കോഴികളുള്ള, പുറത്തുനിന്നുള്ളവർക്ക് എൻട്രി കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നല്ല മസിലുള്ള ബ്രോയിലർ കോഴി. ഇവിടെ നല്ല നാടൻ കോഴികളുണ്ടേ, കൊത്തിപ്പെറുക്കാനേ. തിരിഞ്ഞു നോക്കാതെ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. എന്നാലും ഒരു സ്പാർക്ക് കിട്ടിയാലോ? ഭരത് വീണ്ടും വിളിച്ചു ചോദിച്ചു. ആർച്ച തിരിഞ്ഞവനെ നോക്കി. സ്വഭാവം വെച്ച് ചേട്ടൻ നന്നായിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. സ്പാർക്ക് മാത്രമല്ല, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവൾ ഭരത്തിനെ നോക്കി കണ്ണുരുട്ടി. ഭരത് അവൾ പോകുന്നു നോക്കി ചിരി അടക്കി പിടിച്ച് നിന്നു. അവളെ ഇഷ്ടമാണല്ലേ? പുറകിൽ നിന്നൊരു ചോദ്യം കേട്ട് ഭരത് തിരിഞ്ഞു നോക്കി. കീർത്തി. അവൻ ചിരിച്ച്. സ്നേഹിച്ച അവൾ ജീവൻ പറിച്ചു കൊടുക്കും. കീർത്തി പതിയെ പറഞ്ഞു. വെറുത്ത ചങ്കിനിട്ട് കുത്തുകയും ചെയ്യും. ഭരത് ചിരിച്ച്. വെറുതെ സ്നേഹിച്ചവരെ നോവിക്കാൻ അവൾക്ക് പറ്റില്ല. ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിൽക്കില്ലല്ലോ. പിന്നെ ഏട്ടൻ, അവൻ ചെയ്യുന്നതിൻ്റെ തിരിച്ചടി മാത്രമാണ് അവന് കിട്ടുന്നത്. അവൾ നേരത്തെ ചിരിയോടെ പറഞ്ഞു. ഇത്രയൊക്കെ അറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാ? ഭരത് പതിയെ ചോദിച്ച്. ഒരു നിമിഷം മനസ്സ് തെറ്റിപ്പോയി. സ്വാർത്ഥതയും അത്യാഗ്രഹവും പിന്നെ ചുറ്റിലും വരാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ മനസ്സ് കൈവിട്ടുപോയി. ഈ പറയാം ഇതൊന്നും അവളിലും വലുതല്ലെന്ന്. പക്ഷേ കീർത്തിയുടെ കണ്ണു നിറയുന്ന അവൻ കണ്ടു. പോട്ടെ. തെളിച്ചമില്ലാത്തൊരു ചിരി നൽകി കീർത്തി നടന്നു നീങ്ങി.